ഹായ്, പെട്ടെന്ന് മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. അതിന് ഞാൻ ആവശ്യത്തിന് മട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 800 ഗ്രാം മട്ടൻ ഉണ്ട്. ഞാനത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അത് മസാല പുരട്ടാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, ഗരം മസാല 1 ടീസ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്, വലിയ സ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, നാരങ്ങ നീര് വലുതാണെങ്കിൽ പകുതി, അതായത് നന്നായിട്ട് നീരുണ്ടെങ്കിൽ പകുതി നാരങ്ങയുടെ നീര് മതി, അല്ലെങ്കിൽ 1 നാരങ്ങയുടെ നീരെടുക്കാം. ഇതിൻ്റെ കൂടെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഉപ്പും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മസാല എല്ലാം കൂടി നന്നായിട്ട് മട്ടനിൽ തേച്ച് പിടിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ ഞാൻ 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മസാല നന്നായിട്ട് പിടിപ്പിക്കണം. അങ്ങനെ ഏകദേശം നമുക്ക് ഒരു മണിക്കൂറോളം നമുക്ക് അത് നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് വയ്ക്കാം. കുക്കറിലാണല്ലോ മട്ടൻ ഉണ്ടാക്കണം. അപ്പം നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കാം. ബാക്കി ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 10-25 അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു സവാള എടുത്തു വെച്ചിട്ടുണ്ട്, അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട്. കൂടാതെ വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം എടുത്ത് അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. വഴറ്റാനായിട്ട് കുറച്ച് ഹോൾ സ്പൈസസ് കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു കഷ്ണം പട്ട, 3 ഏലക്ക, 4-5 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, പിന്നെ ഒരു ബേ ലീഫ്, ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ചൂടായ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എല്ലാം കൂടി. അതൊന്ന് മൂത്ത് പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടെ ഇതിനകത്ത് ചേർത്ത് അതും ഒന്ന് മൂപ്പിക്കേണ്ട, ഒന്ന് വാട്ടിയെടുക്കാം. അതിൻ്റെ കൂടെ ബാക്കി ചേരുവകൾ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതും പച്ചമുളകും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി കളർ മാറി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മട്ടനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ളിയിലുള്ള ഉള്ളിക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നേരത്തെ കുറച്ച് മസാല ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചുകൂടി മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം 1 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും പെരിഞ്ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ചേർക്കണുണ്ട്. കൂടെ തന്നെ എല്ലാം കൂടി പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. വഴറ്റിയതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മട്ടനും കൂടി ഇതിനകത്തിട്ട് ആവി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. എല്ലാ മസാലയും കൂടെ ഒന്നിച്ച് ചേരാനാണ് അങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. എല്ലാ മസാലയും കൂടെ നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനോടൊപ്പം കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മളെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഞാൻ കുക്കർ അടച്ച് 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. മട്ടൻ്റെ മൂപ്പനുസരിച്ച് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന മട്ടന് മൂപ്പ് കൂടുതലാണ്. അതനുസരിച്ച് നമുക്ക് കുക്കറിൻ്റെ വിസിലിൻ്റെ എണ്ണം കൂട്ടാം. ഇതിപ്പോൾ നല്ല ഇളം ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആടിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 4 വിസിലാണ് ഇടുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടുമെന്ന് വാങ്ങിയപ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 4 വിസിലാണ് ഇടുന്നത്. 4 വിസിലിന് ശേഷം കുക്കർ തുറന്ന് നോക്കുമ്പോൾ മട്ടൻ നന്നായി വെന്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് വെള്ളം കൂടുതലാണെന്ന് തോന്നണമെങ്കിൽ നമുക്ക് അടപ്പ് തുറന്ന് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കാം. പെരട്ടാണ് നമുക്ക് വേണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് കുക്കറിൽ എങ്ങനെ മട്ടൻ കറി ചെയ്യുന്നതെന്ന് കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുക്കറിൽ മട്ടൻ ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്, കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി. അപ്പോൾ നമുക്ക് ഇനിയും പുതിയ വീഡിയോകളുമായി നമുക്ക് കാണാം. ബായ്.